ഹായ്. ഹായ്. പേരെന്താ? സാന്ദ്ര. സാന്ദ്ര. അല്ല, ഇവിടെ എന്താ ചെയ്യണേ? ഞാൻ CJP പാർട്ടിയിലുള്ളതാ. CJP പാർട്ടി. CJP പാർട്ടിയാ? ഞാനറിയാതെ ഏത് CJP? CJP പാർട്ടി അറിയില്ല. അതല്ല ഞാൻ ചോദിച്ചത്, ഈ CJP പാർട്ടിയിൽ എങ്ങനെ ജോയിൻ ചെയ്തു? ഞാൻ ഫോർമലി തന്നെ ജോയിൻ ചെയ്തു. 2 ചേട്ടന്മാര് കോണ്ടാക്ട് ചെയ്ത് ജോയിൻ ചെയ്തു. 2 ചേട്ടന്മാരാ? അവരൊന്നല്ല ഈ പാർട്ടിയുടെ മെയിൻ ആള്. താനാരാ? അപ്പൊ കുട്ടി എന്റെ വീഡിയോ കണ്ടിട്ടില്ല? ഏത് വീഡിയോ? ഞാനാണ് ഈ പാർട്ടിയുടെ സ്ഥാപകൻ. ആണോ? 2 ചേട്ടന്മാരാണല്ലോ അവന്മാരെന്റെ അണി. അതെ, എന്റെ അടിമ കണ്ണുകളാണ് അവര്. എനിക്ക് അറിയണ്ടെന്നില്ല ചേട്ടാ. അത് കുഴപ്പമില്ല. ശരിക്കും എന്താണ് ഈ പാർട്ടിയിലേക്ക് വരാനുള്ള ഉദ്ദേശം? ഞാനൊരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്. അപ്പോൾ എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ ആശയമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതാണ് ഞാൻ മെയിനായിട്ട് ജോയിൻ ചെയ്യാനുള്ള കാരണം. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലേ? ഞങ്ങളെ പോലൊക്കെ തന്നെ. ഓക്കെ. പിന്നെ എന്തുകൊണ്ടാണ് ഈ പാർട്ടിക്ക് വരാൻ കാരണം എന്ന് പറഞ്ഞു? ഇനിയിപ്പോ ഇത് ഏത് തലത്തിലേക്ക് എത്തിക്കാനാണ് ആഗ്രഹം? ഏറ്റവും മുൻതലം, അതാണല്ലോ നമ്മുടെ ഒരു ഡ്രീം. ഓക്കെ ഓക്കെ. അവന്മാര് ഇതിനെ കുറിച്ച്, പാർട്ടിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇവിടെ മുന്നേ ഏതെങ്കിലും രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും? രാഷ്ട്രീയത്തിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ. വേറെ ഏതെങ്കിലും പാർട്ടിയില് മുന്നണിയായിട്ട് നിന്നോ അങ്ങനെ എന്തെങ്കിലും? അല്ലെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒന്ന് പരിചയപ്പെട്ടെ ആദ്യം മുതല്. Okay, my name is Sandra. Basically, I'm a social activist. I came to join CJP party to support youth. ഓക്കെ. അപ്പൊ കുട്ടി സ്റ്റിൽ ദർ അവിടെ ഇരുന്നോളൂ. ഞാൻ ഗോ ആൻഡ് കം. ഓക്കെ. ഞാൻ ആ 2 മണ്ടന്മാരെ വിളിച്ച് ആസ്കിങ് യു അബൌട്ട് യു. ഓക്കെ ഓക്കെ ബൈ. ഈശ്വര, നമ്മുടെ പാർട്ടിയിൽ കുറെ പെൺകുട്ടികൾ വരുന്നുണ്ടാ. എടാ, അതൊക്കെ നമ്മുടെ ലുക്ക് കണ്ട് വരുന്നതാണ്. നീ മാക്കാനെ കണ്ടിട്ട് പാർട്ടിയിൽ ജോയിൻ ചെയ്യും. അതാണ് നീ കുറിങ് ക്ലാസ് ഒക്കെ വെച്ചിട്ട് വന്നല്ലേ? കോക്കാച്ചി പോലത്തെ പേരും ഉണ്ട്, അവനും ഉണ്ട്. അതെ. എടാ, ഏതോ ഓഫീസിലൊരു പെണ്ണ്. ഗണ്ണോ? പെണ്ണല്ലേ, ഗണ്ണൊന്നുമല്ലല്ലോ. അല്ലാതെ ആരാ പെണ്ണ്? അതല്ല, ആ പെൺകുട്ടി ആരാണ്? അതില്ലേ, അതിവൻ കൊണ്ടുവന്ന. നീ കൊണ്ടുവന്ന എന്തിന്? അവര് പാർട്ടി ചേരാൻ വന്നു. നമ്മുടെ ആശയങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി അവൾക്ക്. പാർട്ടി ചേരാനാ? ആരോട് ചോദിച്ചു? യൂത്തങ്ങളെ ആഘോഷിക്കണ്ടേ മോനെ? ഞാനും നീയും അവനും മാത്രമുള്ള ഒരു പാർട്ടി അല്ലേ? ഒരാള് വന്നുകൊണ്ട് ഇടിയാനൊന്നും പോവില്ലല്ലോ. ഈ പാർട്ടി തുടങ്ങിയതാരാ? അത് നീ. അപ്പൊ ഞാൻ അറിയാതെ ഒരാളെ ഇവിടെ ചേർക്കാൻ പാടുണ്ടോ? ഇങ്ങനെയൊക്കെയല്ലേ പാർട്ടി വലുതാവുക? പാർട്ടി വലുതാവുന്നോണ്ടോ ചെറുതാവുന്നോണ്ടോ അല്ല എന്റെ വിഷയം ഇവിടെ. എടാ, ഇനി അത് വല്ല ചാരനാണെങ്കിലോ, വല്ല സ്പൈ ആണെങ്കിലോ? സ്പൈ? അതാണെങ്കിലോ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ പാർട്ടിയുടെ ഓരോ വിഷയങ്ങൾ ചോർത്താൻ വേണ്ടി വന്നാണെങ്കിൽ നമ്മൾ അറിയുന്നല്ലേ? നിനക്ക് എങ്ങനെ അറിയാം? എനിക്കങ്ങനൊന്നും അറിയില്ല. ആ കൊച്ചിന് നമ്മുടെ പാർട്ടി ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞു. ശരിന്ന് പറഞ്ഞു. കാണാൻ കൊള്ളാതെ കൊച്ചല്ലേ? അങ്ങനൊന്നും കേറ്റിക്കൂടാ. നമ്മൾ ആരാ എന്താന്ന് വ്യക്തമായി ചോദിച്ചും പറഞ്ഞു അറിയണം. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു. എനിക്ക് കുറച്ച് ഡൗട്ടുകളൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾ പോയിട്ട് വേണം വ്യക്തതയോടെ ചോദിച്ച് മനസ്സിലാക്കാൻ. കേട്ടാ? പറഞ്ഞാലും കാര്യം. അതെ, ചോദിക്കുമ്പോ തിരിച്ചും മറിച്ചും ചോദിക്കണം. അത് കഴിഞ്ഞാൽ മറിച്ചും തിരിച്ചും ചോദിക്കണം. എന്നാലും അവൾ ആരാണ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. തിരിച്ചും മറിച്ചും ചോദിക്കണം. മറിച്ചും തിരിച്ചും ചോദിക്കണം. ഓക്കെ, തിരിച്ചും മറിച്ചും. ഞാൻ പോട്ടെ, എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. ഓക്കെ ബൈ. ബൈ. നീയല്ലേ കയറ്റിയത്? എനിക്കൊന്നും അറിയില്ല. പിന്നെ അറിയാണ്ട് ഓരോരുത്തർ പിടിച്ച് കയറ്റിരുന്നു. കുറച്ച് ആൾക്കാരേ ഉള്ളൂ. നോക്കാം. നമുക്ക് തിരിച്ചും മറിച്ചും ചോദിച്ചു നോക്കാം. മറിച്ചും തിരിച്ചും ചോദിക്കാം. അത് അങ്ങനെ ചോദിക്കാം. എന്താ ചെയ്യുന്നേ? ഞാൻ നമ്മുടെ സോഷ്യൽ മീഡിയ പേജൊക്കെ ഒന്ന് സെറ്റാക്കായിരുന്നു. ഞങ്ങള് സ്റ്റാർട്ട് ആദ്യമായിട്ട് തുടങ്ങിയ പാർട്ടി. അപ്പൊ ഞങ്ങൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. പെട്ടെന്ന് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് കയറി വന്നപ്പോ സ്പൈ ആണോ അങ്ങനെയാണോ എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പൊ അല്ലേ, നീ ചോദിച്ചോ? നീ ചോദിച്ചോ? കുട്ടി ശരിക്കും താല്പര്യത്തോടു കൂടി തന്നെയാണോ ഈ പാർട്ടിയിലോട്ട് വന്നത്? പിന്നെ പറയാനുണ്ടോ? എന്താണ് താല്പര്യം? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയ കാരണം എനിക്ക് ഇതിലൊക്കെ ഭയങ്കര താല്പര്യം. പിന്നെ പൊളിറ്റിക്സിലും എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച്. കുട്ടി രാഷ്ട്രീയത്തിലുണ്ടോ? പിന്നെ ഉണ്ടോ? രാഷ്ട്രീയത്തിൽ കുട്ടിയുണ്ടോ? അല്ല, ഞങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ജനറൽ നോളജ് ആയിട്ട് ചോദിക്കാം. കേരളത്തിൽ എത്ര സ്റ്റേറ്റ് ഉണ്ടാവും? കേരളത്തിൽ സ്റ്റേറ്റോ ജില്ലല്ലേ? അതെ, രണ്ടും ഒന്നാണ്. ജില്ല. ഇല്ല. എന്നാല് ജയിച്ചു കഴിഞ്ഞാ എന്ത് ചെയ്യും?
ജയിച്ചു കഴിഞ്ഞാലോ എന്താ ചെയ്യാത്തേ പറ്റാന്ന് ചോദിക്ക് എല്ലാം ചെയ്യും. എന്നാലും എന്തെങ്കിലും ഒന്ന് ചെയ്യും, ഒരു കാര്യം പറയും. യൂത്ത്, മെയിൻ ആയിട്ട് യൂത്ത്, അവർക്ക് എന്താ വേണ്ട എല്ലാ സപ്പോർട്ടും. ഇല്ല ഇല്ല. ഈ പീപ്പിൾസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പീപ്പിൾസ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, അങ്ങനെയാണല്ലോ. അപ്രൂവ്ഡ്. ഞങ്ങള് സത്യം പറഞ്ഞ അവൻ പറഞ്ഞപ്പോ ഭയങ്കര തെറ്റിദ്ധരിച്ചു, അതൊത്തിരി ജാട പിടിച്ചു. അല്ല, 2 ചോദ്യം ചോദിക്കണം. ഇനിയുണ്ടോ? അല്ല, വോട്ട് ചെയ്യാൻ എന്താണ് പ്രായപരിധി? വീണ്ടും അപ്രൂവ്ഡ്. അപ്പൊ കുട്ടിക്ക് എക്സ്പീരിയൻസും ഉണ്ട്. എടാ എടാ ആ മണ്ടം വെറുതെ പറഞ്ഞാ കൊച്ചു കൊള്ളാം. ഒരു ചോദ്യം വേണ്ട വേണ്ട, ജസ്റ്റ് ചോദിച്ചേ ഉള്ളൂ, ജസ്റ്റ് ചോദിച്ചേ ഉള്ളൂ. അപ്പൊ ജയ് ജയ് കോക്രോച്ച്. ഇടയ്ക്ക് മറക്കി, അതാ കാണണം. ശരി. എന്നാലും എനിക്ക് അവളെ ഒരു ചെറിയൊരു സംശയം ഉണ്ട്. ഇല്ല, ഞങ്ങള് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു, ജനറൽ നോളജ് ഒക്കെ കുട്ടിക്ക് ഒക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. എന്നാലൊരു കണ്ണ് അവളെ മുഖത്തുണ്ടായില്ല. 2 കണ്ണും അതുണ്ടോ? ഒരു മതി. നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ട്വിറ്ററൊക്കെ ഹാക്കായി, ഓപ്പൺ ആവണില്ല. ഇത് പണിതാ അവര്. ശരിയാണ്. ഒന്ന് പോയാൽ നമ്മള് 10 ഉണ്ടാക്കും, അല്ല 100 ഉണ്ടാക്കും. നമ്മളങ്ങനെ മില്യനുള്ള സാധനം ഇനി അടിച്ചോളൂടാ, അതൊന്നും വിഷയമൊന്നുമില്ല. എന്തോ എന്താ ചെയ്യാ? നമുക്ക് ഉണ്ടാക്കും, പ്രതികരിക്കണം, ശക്തമായിട്ട് പ്രതികരിക്കണം. നമ്മൾ യൂത്താണ്. പ്രതിഷേധം 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 പ്രതിഷേധം. പാടാ. നിനക്കെന്ത് പ്രതിഷേധമില്ലേ? അപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു, ഞങ്ങളുടെ ഇൻസ്റ്റ അക്കൗണ്ടും അതുപോലെ തന്നെ ട്വിറ്റർ എക്സ് അക്കൗണ്ടും പൂട്ടിച്ചു. ആരും ഹാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളങ്ങനെ തോറ്റു കൊടുക്കാനും അങ്ങനെ പേടിച്ചിട്ട് പിന്മാറാനും ഞങ്ങൾ ഈ CJP പാർട്ടി തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളെ ഇപ്പോൾ അറിയാം, രാജ്യദ്രോഹികളും അതുപോലെ തന്നെ തീവ്രവാദികളാക്കിയിരിക്കുകയാണെന്ന്. പക്ഷെ ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഞങ്ങളുടെ പാർട്ടിയിലെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒപ്പം തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇനിയും ശക്തമായി ഞങ്ങൾ തിരിച്ചു വരും. ജയ് കോക്രോച്ച് പാർട്ടി, അല്ല കോക്രോച്ച് ജനതാ പാർട്ടി. കോക്രോച്ച് ജനതാ പാർട്ടി നടക്കുമല്ലോ. ഇതൊക്കെ ശരിയാകും, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഒരു മിനിറ്റ്. ഹലോ, ഓക്കെ 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 ഓക്കെ. ചെറിയൊരു വധഭീഷണി. വധഭീഷണി? എടാ, നമ്മൾ ഇതുകൊണ്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവര് ചുക്കും ചെയ്യാൻ നമ്മളൊപ്പുണ്ട്. നിങ്ങളെ തൊട്ടിട്ട് ഹലോ. നിനക്കും വധഭീഷണി ആയിരിക്കും അല്ലേ? തീർക്കും പറയണം. അയ്യോ, നമ്മൾ പേടിക്കണ്ട, നമ്മൾ പേടിക്കരുത്. നമ്മൾ സ്ട്രോങ് ആയി നിൽക്കണം. എന്ത് വന്നാലും സ്ട്രോങ് ആയി നിൽക്കണം. കാല് വിറക്കണ്ട. ഹേയ്, അത് ഞാൻ ഒരു സ്റ്റെപ്പ് ഇട്ടതാണ്. അല്ല, ഞാൻ അതിലൊന്നുമില്ല. ഓ ശരി, ആയിക്കോട്ടെ. എടാ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പല വധഭീഷണികളും വരും. ഇത് നമ്മൾ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാ. വേണമെങ്കിൽ നമുക്ക് പേടിക്കുന്ന പോലെ അഭിനയിക്കാം, ഓക്കെ? പക്ഷെ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഞാൻ കൂടെ ഉണ്ടാവും. പക്ഷെ ഞാൻ ഇപ്പൊ വരാം. അവനോടെ അവൻ മുങ്ങി. എന്നാ നമുക്ക് മുങ്ങാം.